ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ കർത്തവാവും രേവതി നക്ഷത്രവും ഒന്നിച്ചു വന്നിരിക്കുന്ന ദിവസമാണ്. കർത്തവാവ് നാളെ രാത്രി 8:13 കൂടിയാണ് ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് 5:30 കൂടിയിട്ടാണ്. രേവതി നക്ഷത്രമാണെങ്കിൽ നാളെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ചിട്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:02 കൂടി അവസാനിക്കും. നമ്മൾ കർത്തവാവിന് രാത്രിയിൽ ചെയ്യുന്ന പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നാളെയാണ്. വെള്ളിയാഴ്ച നമുക്ക് 5:21 കൂടി കർത്തവാവ് അവസാനിക്കുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നാളെ രാത്രിയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പരിഹാരവും പിന്നെ കർത്തവാവിന് നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റു പരിഹാരങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതുമാത്രവുമല്ല, ഈ ശനിയാഴ്ച ഏപ്രിൽ 18-ാം തീയതി നമുക്ക് വൈശാഖ മാസത്തിൻ്റെ ആരംഭമാണ്. വളരെയധികം പുണ്യം നിറഞ്ഞ മാസമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. ലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാൻ നാരായണൻ ഭൂമിയിലുള്ള 30 ദിവസങ്ങളാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മാസം നമ്മുടെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും നന്മയ്ക്കും ക്ഷേമത്തിനും മുൻജന്മ പാപങ്ങൾ തീരാനുമൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് പോയി കാണാനും അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. ഇനി നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റി മാറാനും അതേപോലെ തന്നെ പോസിറ്റിവിറ്റിയെ വീട്ടിലോട്ട് സ്വീകരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലെ എല്ലാ മൂലകളിലും കല്ലുപ്പ് വെക്കുന്നുണ്ട്. അത് നാളെ വേണം നമ്മൾ വെക്കാനായിട്ട്. ഒരുപാട് വീഡിയോസ് ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നെങ്കിൽ ഒരു മൺവിളക്കോ അല്ലെങ്കിൽ പേപ്പർ കപ്പോ അതല്ലെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ചെറിയ പാത്രത്തിലോ പ്ലേറ്റിലോ ഒക്കെ ഉപ്പ് നമ്മൾ നമ്മുടെ വീട്ടിലെ എല്ലാ മൂലകളിലും വെക്കുക എന്നുള്ളതാണ്. വെച്ചിട്ട് പിറ്റേ ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് അന്ന് അത് നമ്മൾ അവിടെ നിന്ന് എടുക്കരുത്. അത് മാത്രവുമല്ല, അന്ന് അമാവാസി തിഥി ഉണ്ടല്ലോ. ശനിയാഴ്ച രാവിലെ നമുക്ക് അവിടുന്ന് ആ ഉപ്പെടുത്ത് വെള്ളത്തിൽ കലക്കി കളയാവുന്നതാണ്. ഇത് എല്ലാ മാസവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പം നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റി നല്ല രീതിയിൽ കുറഞ്ഞു വരും. ഇനി നെഗറ്റിവിറ്റി നല്ലവണ്ണം നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അടുപ്പിച്ച് ഒരു 5 ദിവസമൊക്കെ വെക്കാവുന്നതാണ്. അമാവാസി മുതൽ 5 ദിവസം, 5-ാമത്തെ ദിവസം നമുക്കതെടുത്ത് വെള്ളത്തിൽ കലക്കി കളയാവുന്നതാണ്. ഇതാണ് നമ്മൾ നാളെ ചെയ്യേണ്ടുന്ന പരിഹാരം, അതായത് നാളെ രാത്രിയിൽ ചെയ്യേണ്ടുന്ന പരിഹാരം. അതേപോലെ തന്നെ വെള്ളിയാഴ്ചയും രേവതി നക്ഷത്രവും കർത്തവാവ് തിഥിയും കൂടി ഒന്നിച്ചു വരുന്ന ഏപ്രിൽ 17-ാം തീയതി നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള എളിയ ഒരു പരിഹാരമാണ് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ചിലപ്പം അഷ്ടദാരിദ്ര്യങ്ങൾ ഉണ്ടായേക്കാം. അതായത് 8 ലക്ഷ്മികളുടെയും അനുഗ്രഹം ലഭിക്കാതെ നമുക്കൊരു ദാരിദ്ര്യം ഉണ്ടാവുക എന്ന് പറയും. ധനമുള്ളവർക്ക് സന്താനഭാഗ്യമുണ്ടാവില്ല, സന്താനഭാഗ്യമുള്ളവർക്ക് ധനമുണ്ടാവില്ല. ഇനി ഇത് രണ്ടുമുള്ളവർക്ക് വിദ്യ ഉണ്ടാവില്ല. അതായത് 8 ലക്ഷ്മികളിൽ ഏതെങ്കിലും ഒരു ലക്ഷ്മിയുടെ കുറവ്, ധൈര്യത്തിന്, വിജയത്തിന്, ധാന്യത്തിന്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കുറവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പൂജയുടെ അല്ലെങ്കിൽ ഈ ഒരു വഴിപാടിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് അമാവാസിയും രേവതി നക്ഷത്രവും വെള്ളിയാഴ്ചയും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന ഏപ്രിൽ 17-ാം തീയതി രാവിലെ 6 to 7 വരുന്ന ശുക്രഹോര, അത് വളരെ ഓസ്പീഷ്യസ് ആണ് ആ ഒരു സമയത്ത് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ അന്ന് ബ്രഹ്മമുഹൂർത്തം മുതൽ ഉച്ചയ്ക്ക് 12:02 മുൻപായിട്ടോ അല്ലെങ്കിൽ അന്ന് സന്ധ്യയ്ക്ക് 5:30 മുൻപായിട്ടോ ഈ ഒരു കാര്യം ചെയ്താൽ മതിയാവും. ഇത് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നോൺ വെജ് കഴിച്ചിട്ട് ഒരിക്കലും ഇത് ചെയ്യരുത്. കാരണം നമുക്ക് 1% പോലും നോൺ വെജ് കഴിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഫലം കിട്ടില്ല. അതുകൊണ്ട് നോൺ വെജ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം അന്നത്തെ ദിവസം. അറിയാതെ ഞങ്ങൾ കഴിച്ചു പോയി ഇത് ചെയ്തോട്ടെ എന്ന് ആരും ചോദിക്കരുത്. നമ്മളിത്
അങ്ങനെ കഴിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഫലം കിട്ടാത്തത് കൊണ്ടാണ്. എന്ത് ചെയ്യണം? അപ്പം രാവിലെ 6 to 7 ആ ഒരു സമയം വളരെ ഓസ്പീഷ്യസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം കൂടി കണക്റ്റായി ഒന്നിച്ച് വന്നിരിക്കുന്ന ആ ഒരു ശുക്രഹോര സമയം രാവിലെ മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് നമുക്ക് രേവതി നക്ഷത്രം 12:02 കഴിയുന്നത് കൊണ്ട് വെള്ളിയാഴ്ചയും അമാവാസിയും മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. വൈകിട്ടാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അമാവാസി തിഥി 5:30 അവസാനിക്കും. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ഇഴചേർന്ന് വന്നിരിക്കുന്നത് അന്ന് രാവിലെയാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് 12:02 മുൻപായിട്ടുള്ള ഏതൊരു സമയവും നിങ്ങൾക്ക് ഇതിനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. 2 വെറ്റില എടുക്കണം. അതായത് നമ്മൾ മഹാലക്ഷ്മിയുടെ ഫോട്ടോ, വിഗ്രഹം ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പീഠത്തിൽ വെച്ചിട്ട് അതിന് മുൻപിലായിട്ട് നമുക്കിത് ചെയ്യാം. ഇനി ഇത് ഇല്ല, ഇപ്പോൾ മഹാലക്ഷ്മിയുടെ ഫോട്ടോയും വിഗ്രഹവും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ദീപം മാത്രം കൊളുത്തിയാൽ മതിയാവും. ഒരു ബ്രാസിൻ്റെ പ്ലേറ്റ് എടുക്കാം, അല്ലെങ്കിൽ കോപ്പറിൻ്റെ പ്ലേറ്റ് എടുക്കാം. ഒരു പീഠമുണ്ടെങ്കിൽ പീഠമാണെങ്കിലും എടുക്കാം. അതിന് പുറത്തായിട്ട് 2 വെറ്റില വെക്കുക. വെറ്റില വെക്കുമ്പം വെറ്റിലയുടെ കാമ്പുള്ള ഭാഗം പടിഞ്ഞാറോട്ടും ആ തുമ്പ് ഭാഗം നമുക്ക് കിഴക്കോട്ടും വരത്തക്ക രീതിയിൽ വേണം വെക്കാനായിട്ട്. അതിന് പുറത്തായിട്ട് മഞ്ഞൾ കൊണ്ട് സ്വസ്തിക്, അതായത് 2 വെറ്റിലയുടെയും പുറത്ത് മഞ്ഞൾ കൊണ്ട് നമ്മൾ സ്വസ്തിക് വരയ്ക്കണം. ഇനി വെറ്റില കിട്ടാനില്ലാത്തടത്താണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പീഠം അല്ലെങ്കിൽ ബ്രാസിൻ്റെ കോപ്പറിൻ്റെ ആ ഒരു പ്ലേറ്റിന് പുറത്തായിട്ട് നമ്മൾ മഞ്ഞൾ കൊണ്ട് സ്വസ്തിക് വരയ്ക്കുക. മഞ്ഞൾപ്പൊടി എടുക്കുക, അതിലോട്ട് ജവ്വാത്, പച്ചക്കർപ്പൂരം ഇതിട്ടിട്ട് റോസ് വാട്ടറായിട്ട് മിക്സ് ചെയ്ത് വേണം നമ്മൾ ഈ ഒരു സ്വസ്തിക് വരയ്ക്കാൻ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഇല്ല, ജവ്വാദില്ല, പച്ചക്കർപ്പൂരം ഇല്ല, അങ്ങനെയൊക്കെ പറയുന്നവരാണെങ്കിലും ശുദ്ധമായ മഞ്ഞളും ശുദ്ധമായ ജലവും കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്വസ്തിക് വരയ്ക്കാവുന്നതാണ്. സ്വസ്തിക് വരച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു സെൻറ്ററായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഞാനവിടെ ബ്ലൂ കളറിലൊരു കുത്തിട്ടിട്ടുണ്ട്, വീഡിയോയിൽ നോക്കുമ്പോൾ കാണാം. ആ ഭാഗത്തായിട്ട് നമ്മുടെ കയ്യിൽ കുങ്കുമപ്പൂവുണ്ടെങ്കിൽ ഒരല്പം കുങ്കുമപ്പൂ, 1, 2, 3 സ്റ്റാൻസ കുങ്കുമപ്പൂവ് ആ 2 സ്വസ്തിക്കിൻ്റെയും നടുക്കായിട്ട് വെക്കണം. കുങ്കുമപ്പൂവ് ഇല്ലാത്തവർ കുങ്കുമം വെച്ചാൽ മതിയാവും. ഏറ്റവും ശ്രേഷ്ഠം കുങ്കുമപ്പൂവാണ്. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുങ്കുമം വെച്ചാൽ മതിയാവും. വെച്ചതിന് ശേഷം മൺവിളക്കോ ബ്രാസിൻ്റെ വിളക്കോ ചെറുതെടുക്കണം. അതിലോട്ട് നല്ലെണ്ണ ഒഴിക്കണം. ഇവിടെ നെയ്യല്ല നമുക്ക് വേണ്ടത്, നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഒഴിച്ചിട്ട് കിഴക്കോട്ട് ദീപം വരത്തക്ക രീതിയിൽ നമ്മൾ ആ കുങ്കുമപ്പൂവ് വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ദീപം വെച്ച് ദീപം കൊളുത്തുന്നു. ദീപം കൊളുത്തിയതിന് ശേഷം ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു, ഒരല്പം പച്ചക്കർപ്പൂരം, ഇത് 3ഉം കൂടി ജസ്റ്റ് ക്രഷ് ചെയ്യണം. അതായത് നമ്മൾ ഈ ഇടികല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുമല്ലോ, അതുപോലെ ഒരു ഏലക്കായും ഗ്രാമ്പൂവും. ഏലക്ക എന്ന് പറയുമ്പോൾ ഏലക്കകത്ത് കുരുവെടുത്തിട്ട് നമ്മൾ ചതച്ചെടുത്താൽ മതി. ഗ്രാമ്പൂ പൂവോട് കൂടി ഇത് മൊത്തത്തിൽ ചതച്ചെടുക്കണം. പച്ചക്കർപ്പൂരം നമ്മൾ കയ്യിൽ വെച്ച് അമുക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പൊക്കോളും. അത് ഈ 2 ദീപത്തിനകത്തും ഇടുക. ഇട്ടതിന് ശേഷം നമുക്ക് കിട്ടുന്ന പൂക്കൾ ഏറ്റവും നല്ലത് മണമുള്ള പൂക്കളാണ്. അതായത് മുല്ലപ്പൂവ്, പിച്ചിപ്പൂവ്, ജാതിമല്ലി, ചെമ്പകം, മാവിൻ്റെ മാമ്പൂവ്, ഇതൊക്കെ കിട്ടുമെങ്കിൽ ഇതെടുക്കാം. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ തുളസിയില, കൂവളത്തില, മാവിൻ്റെ ഇല ഇതെടുക്കാവുന്നതാണ്. പിന്നെ താമരപ്പൂവ്, റോസപ്പൂവ്, ഇങ്ങനെയുള്ള എന്ത് ഫ്ലവേഴ്സാണോ കിട്ടുന്നത്. ഇനി ഫ്ലവേഴ്സ് ഒന്നും കിട്ടാനില്ലാത്തവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കാം. 11 എണ്ണം മാത്രം മതിയാകും. അപ്പോൾ ഇതളായിട്ടെടുക്കാം. തുളസിയിലേക്കാണെങ്കിൽ 11 തുളസി ഇലകൾ എടുക്കുക. അതിനുശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി നമ്മൾ ആ ഒരു ദീപത്തിന്, ഇപ്പോൾ 2 ദീപം വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ 2 ദീപത്തിനും സെൻറ്ററിലോട്ടായിട്ട് നമ്മൾ അർച്ചന ചെയ്യുകയാണ്. അതായത് മന്ത്രം ഇതാണ്: ഓം ശ്രീം ഓം നമ ഓം പരമലക്ഷ്മിയേ വിഷ്ണുവക്ഷസ്ഥിതായേ രമായേ ആശ്രിതതാരകായേ നമോ വഗ്നിജായേ നമ. ഓം ശ്രീം ഓം നമ ഓം പരമലക്ഷ്മിയേ വിഷ്ണുവക്ഷസ്ഥിതായേ രമായേ ആശ്രിതതാരകായേ നമോ വഗ്നിജായേ നമ. ഇത് വ്യൂഹലക്ഷ്മി മന്ത്രമാണ്. വ്യൂഹലക്ഷ്മി പൂജയുണ്ട്.
അപ്പോൾ ആ ഒരു സമയത്ത് 108 പ്രാവശ്യം ചൊല്ലി നമ്മളിത് അർച്ചന ചെയ്യാറുണ്ട്. ഇത് 11 പ്രാവശ്യം ചൊല്ലി നമ്മൾ അർച്ചന ചെയ്യുക. മഹാലക്ഷ്മി ദേവി, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വക്ഷസ്സിൽ വസിക്കുന്ന ദേവിയായിട്ടുള്ള വ്യൂഹലക്ഷ്മിയെയാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലണം. 11 പ്രാവശ്യം ചൊല്ലി പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നു. അർച്ചന ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ വീട്ടിൽ അഷ്ടലക്ഷ്മികളിൽ എന്തിൻ്റെ കുറവാണ് ഉള്ളതെന്ന്. ഇപ്പം മക്കളില്ലാത്തവരുണ്ടാവും, ധനമില്ലാത്തവരുണ്ടാവും, സന്തോഷമില്ലാത്ത, ചിലപ്പോൾ 8 അഷ്ട ഐശ്വര്യങ്ങളിൽ 5 മാത്രമുള്ളവരുണ്ടാവും, ചിലപ്പം 2 മാത്രം ഉള്ളവരുണ്ടാവും. അപ്പം നമ്മൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇപ്പം 8 ലക്ഷ്മികളിൽ എന്തൊക്കെ ലക്ഷ്മികളുടെ ഐശ്വര്യം വേണം? 8 ലക്ഷ്മികളുടെ ഐശ്വര്യം ഒരു വ്യക്തിക്കും ഒരുമിച്ച് കിട്ടില്ല. അങ്ങനെ കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ മക്കളില്ലെങ്കിൽ സന്താന ഭാഗ്യത്തിന് വേണ്ടി സന്താനലക്ഷ്മിയെയും, ധനത്തിനു വേണ്ടി ധനലക്ഷ്മിയെയും, ഇനി ധാന്യത്തിന് കുറവാണ്, ദാരിദ്ര്യമാണെന്നുണ്ടെങ്കിൽ ധാന്യലക്ഷ്മിയെയും, അങ്ങനെ നമുക്ക് വേണ്ടത് ഏത് ലക്ഷ്മിയാണോ ആ ലക്ഷ്മിയുടെ ഐശ്വര്യം എൻ്റെ കുടുംബത്തിനുണ്ടാക്കി തരണമെന്ന് അമ്മയോട് മനസ്സുരുകി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച ശേഷം ദീപധൂപ ആരതിയൊക്കെ എടുക്കുക. സാമ്പ്രാണിത്തിരി 2 3 ഒക്കെ കൊളുത്തിക്കോളൂ. നല്ല മണമുള്ള സാമ്പ്രാണിത്തിരി, പ്രത്യേകിച്ച് പൈനാപ്പിള്, റോസ്, അതേപോലെ മുല്ലപ്പൂവിൻ്റെ ഫ്ലേവർ, ചന്ദന ഫ്ലേവറൊക്കെയുള്ള അഗർബത്തീസ് കിട്ടുമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പുകയ്ക്കാവുന്നതാണ്. എന്നിട്ട് ദേവിക്ക് നമ്മൾ നിവേദ്യം പാല് കാച്ചി അതിൽ ഏലക്കാപ്പൊടിയും ഒപ്പം തന്നെ കുങ്കുമപ്പൂവും പച്ചക്കർപ്പൂരവും കൂടി ഇട്ട് വേണം അമ്മയ്ക്ക് കൊടുക്കാം. പച്ചക്കർപ്പൂരം ഇടുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മുടെ കണ്ണിന് പോലും കാണാത്തത്ര രീതിയിൽ വളരെ മൈന്യൂട്ടായിട്ട് ഇടാവുള്ളൂ. കാരണം പച്ചക്കർപ്പൂരം ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കുടിക്കാമെന്ന് പറയുന്നത് അല്പം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ആ ഒരു ചൊവ ആർക്കും അങ്ങനെ പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച്, കാരണം ഈ പാലിനകത്ത് പച്ചക്കർപ്പൂരം ഇട്ട് നമ്മൾ ദേവിക്കിത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിക്കണം, വെറുതെ കളയാൻ പാടില്ല. അതുകൊണ്ട് വളരെ കുറച്ച് ഒരു പച്ചക്കർപ്പൂരം എടുത്തിട്ട് അതിൽ നിന്നും കണ്ണിന് പോലും കാണാൻ പറ്റാത്ത അത്ര രീതിയിൽ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് പോർഷൻ മാത്രമേ എടുത്ത് ആ ഒരു ഇതിൽ ഇടാനായിട്ട് പാടുള്ളൂ. അങ്ങനെ വെച്ച് ദേവിക്ക് അത് സമർപ്പിക്കും. അപ്പം തന്നെ കോടീശ്വര യോഗത്തിന് വേണ്ടിയിട്ടുള്ളത് സമർപ്പിക്കാം. വെറ്റില, പാക്ക്, പഴം ഇതൊക്കെ വെക്കാം. അതൊന്നുമില്ലെങ്കിലും പാല് മാത്രം കാച്ചിയത് മതിയാവും. അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ച് സർവ്വ ഐശ്വര്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിക്കുക. ഇതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്മിയുടെ കടാക്ഷം തീർച്ചയായിട്ടും അഷ്ടലക്ഷ്മികളിൽ എത്ര ലക്ഷ്മികളെന്നല്ല, നിങ്ങൾക്ക് അത്രമേൽ ആവശ്യമുള്ള ഒരു ലക്ഷ്മിയുടെ കടാക്ഷം നമുക്ക് ലഭിക്കും. ഇത് വെള്ളിയാഴ്ച രേവതി നക്ഷത്രം ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ, വെള്ളിയാഴ്ചയും അതേപോലെ അമാവാസിയും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ ഒക്കെ ചെയ്യാം. അതിൽ ഏറ്റവും ഓസ്പിഷ്യസ് ആണ് ഈ 3 കാര്യങ്ങളും: നക്ഷത്രം, തിഥി, വാരം. ഇത് 3ഉം ഒന്നിച്ചു വരുമ്പം നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് വളരെ 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 ഓസ്പിഷ്യസ് ആണ്. സോ നാളെ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച, വ്യാഴാഴ്ച ചെയ്തോട്ടേയും ചോദിക്കരുത്. വെള്ളിയും രേവതിയും അമാവാസിയും ഒന്നിച്ചുള്ള വെള്ളിയാഴ്ച ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.